നൽകിയ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. ഈ വർഷത്തിന്റെ 9ാം മാസം നമ്മൾ കഴിയാൻ പോവുകയാണ്. കാലങ്ങൾ അതിവേഗത്തിൽ ഓടുന്നു. കാന്തന്റെ വരവും ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ദൈവമക്കളെ നാം ഓരോരുത്തരും വളരെ വിശുദ്ധിയോടും വെടിപ്പോടും ഒരുക്കത്തോടും കൂടി ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ നമുക്ക് ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നാം ആയിരിക്കുന്നത് ദൈവകൃപയിലാണ്. പ്രതികൂലങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പരിശോധനകളുടെയും മധ്യത്തിൽ ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവകൃപയ്ക്കായി ദൈവമക്കൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ജാഗരിക്കുന്നതും വളരെ ആവശ്യമാണ്. ഈ കാലയളവിൽ നമ്മൾ വചനവുമായി ഒരു അഭേദ്യമായ ബന്ധം നമുക്കുണ്ടാകണം. വചനം വായിക്കുവാനും പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കുവാനും നമുക്കും കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രൂപാന്തരപ്പെടുവാൻ നമുക്ക് ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് ആരാധനയിൽ കൂടി ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അവരെല്ലാവരെയും ഈ ലൈവ് ആരാധനയ്ക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും എവിടൊക്കെയോ ദൂരത്തായാലും ചാരത്തായാലും വളരെ അഭിഷേകത്തോടുകൂടി ആത്മനിറവോടുകൂടി ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അവന്റെ മുഖമോ പൊക്കമോ നോക്കാതെ ദൈവജനം, ദൈവത്തിന്റെ ആലോചന നമ്മോട് എന്തു പറയുന്നു അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ആരാധനാ ശുശ്രൂഷ ആരംഭിക്കുവാൻ കർത്താവിനെ ആശ്രയിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ സ്തുതിക്കുന്നപ്പ, സ്തുതിക്കുന്നപ്പ, സ്തുതിക്കുന്നപ്പ. രാജാതിരാജനെ, കർത്താതി കർത്തനെ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. അങ്ങ് മഹത്വത്തിനുടനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ രാജാതിരാജാവാക്കി സ്തോത്രം ചെയ്യുന്നു അപ്പ. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിലായി അവരുടെ മുഖമോ ലജ്ജിച്ച് ഭോവിതമില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നപ്പ, സ്തുതിക്കുന്നപ്പ, സ്തുതിക്കുന്നപ്പ. അങ്ങ് ആരാധിക്കുന്നപ്പ, മഹത്വപ്പെടുത്തുന്നപ്പ. അങ്ങ് രാജാവാക്കി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിപ്പതാക്കണം. അങ്ങ് ഞങ്ങൾ നൽകിയ വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി മലയിൽ യാഗമായി തീർന്നുകൊണ്ട് 3 ആണികൾ തൂക്കപ്പെട്ടുകൊണ്ട് കർത്താവെ അങ്ങനെ ചോര മുഴുവൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഊറ്റി തന്നു കർത്താവെ. നീ ഞങ്ങളെ പാപത്തു നിന്നും കർത്താവെ ലോകത്തുനിന്നും വീണ്ടെടുത്ത അങ്ങയുടെ വലിയ ദയക്കായി, കൃപയ്ക്കായി, കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും കർത്താവെ. ഏത് അവസ്ഥകളിലും ഏത് കാര്യങ്ങളിലൊക്കെ ഞങ്ങളെ പോറ്റി പുലർത്തുവാൻ കഴിവുള്ള ശക്തനെ കർത്താവായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങനെ ബലമുള്ള കൈക്കിഴിനേക്ക് താന്നിരിപ്പാനുള്ള കൃപ തരുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലൈവ് ആരാധന കർത്താവെ ദൂരത്തും ചാരത്തും ഞങ്ങൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും എല്ലാ കുടുംബങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ അവരുടെ പ്രാർത്ഥന വിഷയത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി അതേ ആഗ്രഹിക്കുന്നവര് കർത്താവ്, വിവാഹം കഴിയാത്ത മക്കള് കർത്താവെ, അതേ സന്താനം ലഭിക്കേണ്ട അതേ കുടുംബജീവിതങ്ങള് ഇതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗർഭിണികളായ എല്ലാ മക്കളും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ട് കർത്താവെ. അതൊക്കെയും തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗ്ഗദൈവമേ, അതിലൊക്കെ അങ്ങ് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും കർത്താവ് ഞങ്ങളുടെ വചന ധ്യാനമൊക്കെയും അങ്ങേക്ക് സുഖരാഹ്യമായി വായ്പതാക്കണം. അങ്ങ് പ്രസാദിപ്പതാക്കണം. അങ്ങ് അത് ഏറ്റെടുപ്പതാക്കണം. അങ്ങ് ഞങ്ങളെ കനിവ് തോന്നുവാതാക്കണം കർത്താവ്. അങ്ങ് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിന്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വഴി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ നിർദോഷ നിഷ്കളങ്കമായ കുഞ്ഞാണ്ട് വിലയേറിയ രക്തം ഉണ്ടാക്കി സ്തോത്രം ചെയ്യുന്നു. ആ രക്തം സകല പാപത്തെയും ദോഷത്തെയും ശാപത്തെയും ലോകത്തെയും ഒക്കെ മോചിക്കുവാൻ, വിടിയിക്കുവാൻ
കഴിയുമെന്ന് വിശ്വസിക്കുന്നപ്പ ഞങ്ങൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവൻ നൽകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവനെ വിട്ടുകൊടുക്കും. കർത്താവ് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന എല്ലാ ചിന്തകളൊക്കെയും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുന്ന് ശാശ്വതമായ വിടുതലും ശാശ്വതമായ പരിഹാരം തരുമാ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ കൃപകളാലും നന്മകളാലും നിറച്ച കർത്താവ് അനുഗ്രഹിക്കുമാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ കൃപയെല്ലാവരും സൂക്ഷിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് ഞങ്ങൾ വ്യക്തമായും സ്പഷ്ടമായി സംസാരിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ആരാധന കർത്താവ് ഏവർക്ക് അനുഗ്രഹമാകുവാൻ, ഏവർക്ക് സൗഖ്യമാകുവാൻ, ഏവർക്ക് വിടുതലായി തീരുവാൻ, ഏവർക്ക് അർത്ഥം നിശ്ചിതമായി തീരുവാൻ തക്കണം അങ്ങ് സഹായം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെല്ലാ പ്രാർത്ഥന സഹായികളെയും എല്ലാ മിഷന്മാരെയും ചർച്ചകളെയും വിശ്വാസത്തിലേക്ക് അവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ട്രാക്കിന്റെ പ്രവർത്തനം പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ കൃപ ഞങ്ങളെ ചൊരിയപ്പെടുമാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ അനുഗ്രഹം കർത്താവ് ഞങ്ങൾക്ക് ചൊരിയപ്പെടുമാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകളാണ് കൃപകളാലും വരങ്ങളാലും സൗഖ്യങ്ങളാലും സമാധാനം സന്തോഷത്താൽ കർത്താവ് ഞങ്ങളെ അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ കൃപയെ എല്ലാവരെയും സൂക്ഷിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് കൃപയെല്ലാം സൂക്ഷിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബലമുള്ള കൈക്കീഴിലേക്ക് താന്നിരിപ്പാളെ കൃപ അങ്ങ് തരുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കരുണയായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണമേ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കാര്യങ്ങൾ നേരിടുമ്പോൾ കാര്യങ്ങൾ താങ്ങിടുന്നു.
Praise the Lord. Amen. ആടി പുകഴ്ത്തിടും ദേവദേവനെ പുതിയതൻ കൃപകളോടെ ആടി പുകഴ്ത്തിടും ദേവദേവനെ പുതിയതൻ കൃപകളോടെ ഇന്നലെയും ഇന്നുമേ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം ഇന്നലെയും ഇന്നുമേ യേശുവേ നാം പാടി പുകഴ്ത്താം യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഓരാ ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ ഓരാ ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ ആക്കും കരുണ ചേർത്തു മാറുന്ന സ്നേഹം നിത്യം പാടും ഞാൻ ആക്കും കരുണ ചേർത്തു മാറുന്ന സ്നേഹം നിത്യം പാടും ഞാൻ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പെറ്റ കള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ പെറ്റ കള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ താഴ്ത്തി എന്റെ തങ്കരത്തിൽ വെച്ചു ജീവപാതയെന്നും താഴ്ത്തി എന്റെ തങ്കരത്തിൽ വെച്ചു ജീവപാതയെന്നും ഓടും ഞാൻ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാൽ ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാൽ ദേഹം നീതിയെല്ലാമോ നൈർമല്യനായി വേല ചെയ്യും ഞാൻ ദേഹം നീതിയെല്ലാമോ നൈർമല്യനായി വേല ചെയ്യും ഞാൻ യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ യോർദാൻ സമമനസ്സോധനയിലും താഴ്വീണു പോകാതെ യോർദാൻ സമമനസ്സോധനയിലും താഴ്വീണു പോകാതെ ആർപ്പിൻ ജയധ്വനിയോട് കാതുപാലിക്കുന്ന സ്നേഹമാസരം ആർപ്പിൻ ജയധ്വനിയോട് കാതുപാലിക്കുന്ന സ്നേഹമാസരം യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ആമേൻ, ആമേൻ. സ്നേഹിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു അപ്പാ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ.
സ്തോത്രം സ്തോത്രം ആമേൻ 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 Praise the Lord. ആമേൻ ആമേൻ വിടുതലും ആശ്വാസം കൊടുക്കണേ കർത്താവേ ആമേൻ 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 കൃപ 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 സ്തോത്രം ആമേൻ ആമേൻ Praise the Lord. നിർത്തുവാൻ നീ സഹായിക്കണേ കർത്താവേ പോരാട്ടങ്ങൾ ഉപയോഗിക്കണേ ബന്ധനെ വെക്കണേ കർത്താവേ സ്തോത്രം സ്തോത്രം ആമേൻ ആമേൻ ഹല്ലേലൂയ വേറെ നാമം ഞങ്ങൾക്കില്ലപ്പാ കൃപ തന്നെ പ്രാർത്ഥിക്കുന്നു സ്തോത്രം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം
നടത്തുവാൻ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവ് ഇനി നല്ലവരും വല്ലവരുമായിട്ട് കൂടെ ഇരുന്നു കർത്താവ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്നവർക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ നടപ്പിലേക്ക് എല്ലാ കാര്യത്തിലും സാന്നിധ്യങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് നിരാജാവായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ പാതവിടമില്ലാതെ വേറെ ആശ്രയമില്ലല്ലോ കർത്താവെ. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് വേറെ ആരും പുസ്തകങ്ങളും ഉത്തമമാകുന്നുവല്ലോ കർത്താവെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവെ അഭ്യാജനം കഴിക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളെ പുറകുകളെ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ വരവിന്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കാൻ കർത്താവെ ഒരുക്കമുള്ളവരായിരിക്കാൻ തക്കണം മറ്റുള്ളവരെയും ഒരുക്കുന്നവരാക്കി തീർക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ കുറവുകളെ നീക്കി കർത്താവെ വെടിപ്പുളക്കതേക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവെ ഉടക്കിൽ എണ്ണയും എടുത്ത് അങ്ങനെ എത്തിരേൽപ്പാൻ കർത്താവെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു കർത്താവ്. ഭവനത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു വരുന്നു കർത്താവെ. ആദ്യോടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവ്. കൃപ ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റും ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റും ആസന്നമേ. അതിനാശയേ അതിനാനന്ദമേ അതിൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതിനാശയേ അതിനാനന്ദമേ അതിൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആനന്ദദായകനാമൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. ആനന്ദദായകനാമൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എന്റെ അല്ലലാകിയവന്തിരം എനിക്കാനന്ദമേ വായുവം. എന്റെ അല്ലലാകിയവന്തിരം എനിക്കാനന്ദമേ വായുവം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റും ആസന്നമേ. വാഗ്ദത്ത നാളിലെ ശാശ്വതമാം വീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാളിലെ ശാശ്വതമാം വീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ. ദൈവപൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ദൈവപൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റും ആസന്നമേ. ഈ മണ്ണിലെന്റെ ദേശം അല്പകാലം മാത്രം മാഞ്ഞു പോവതു കിനാവു പോ. ഈ മണ്ണിലെന്റെ ദേശം അല്പകാലം മാത്രം മാഞ്ഞു പോവതു കിനാവു പോൽ. നിത്യതേജസ്സിൻ ജനമാനതിൻ ഫലമൻ പ്രിയനല്ലു നൽകിടും. നിത്യതേജസ്സിൻ ജനമാനതിൻ ഫലമൻ പ്രിയനല്ലു നൽകിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. ഭാഗ്യമൻ ജീവിതത്തിനേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. ഭാഗ്യമൻ ജീവിതത്തിനേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. അവനെന്റെ ഉപനിധി കാത്തിടും വനമേഘത്തിൽ എന്നെ ചേർത്തിടും. അവനെന്റെ ഉപനിധി കാത്തിടും വനമേഘത്തിൽ എന്നെ ചേർത്തിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതിനാശയേ അതിനാനന്ദമേ അതിൻ പ്രത്യാശ
സങ്കീർത്തനങ്ങൾ 102. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുത്, നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരവരണമേ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. എന്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിപ്പാൻ എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യതലത്തെ മുങ്ങ പോലെ തന്നെ. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൻ പോലെയാകുന്നു. എന്റെ ശത്രുക്കളോടാതെ ഞാൻ നിൽക്കുന്നു, എന്നോട് ജീവിക്കുന്നവന്റെ ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു, എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. എന്റെ കോപവും ക്രോധവും ഗീതമായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീ യഹോവേ എനിക്ക് എന്നേക്കുള്ളവൻ, എന്റെ നാമം തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം മതി, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ കോഴിയോട് അല്പവും തോന്നുന്നു. യഹോവ സിയോനെ പഠിക്കുകയും തന്റെ മഹത്വത്തിൽ പ്രതിഷ്ഠനാകുകയും അവൻ അകലികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവർ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുമാനിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും, സൃഷ്ടിക്കുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സീയോനിൽ യഹോവയുടെ നാമത്തെയും യെരൂശലേമിലെ സ്തുതിയെയും സ്ഥാപിക്കണമേ. ഭക്തന്മാരുടെ ഞെരുക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വെടിയിപ്പാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി തുറക്കുന്ന ഭൂമിയെ തെക്കം പാർത്തുവല്ലോ. അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. ഹൃദയമേശിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത് എന്ന് ഞാൻ പറഞ്ഞു. എന്റെ സമർത്തനങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ വഴുകിപ്പോകും, വെടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ദാസന്മാർക്ക് മക്കൾ നിർഭയം വസിക്കും, അവർ സന്നിധിയിൽ നിലനിൽക്കും. ആമീൻ. സങ്കീർത്തനം 102 നമുക്ക് ഏറ്റവും സുപരിതമായ ഒരു സങ്കീർത്തനമാകുന്നു. അതിലെ 1-2 വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 3-ാമത്തെ വാക്യം, എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. നമ്മുടെയൊക്കെ ആയുസ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ താഴെ പറയുന്നത്. ഇതൊക്കെയും ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണെന്ന് പറയുന്നത്. എന്നാൽ നശിക്കാത്തത് അല്ലെങ്കിൽ നിലനിൽക്കുന്നതായി കർത്താവിന്റെ നാമം മാത്രമേ ഉള്ളൂ. കർത്താവ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിന്റെ അവസാനമാക്കി പറയുന്നുണ്ട്, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. എന്തെല്ലാം നമുക്ക് നശിച്ചു പോയാലും, നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങൾ, മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും. സൗന്ദര്യം എല്ലാം നശിച്ചു പോകും. എന്നാൽ ദൈവത്തിന്റെ കർത്താവ് പറയുന്നത്, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുമില്ല. നമ്മുടെ ആയുസ്സൊക്കെയും ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, അവർ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവയെ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. കർത്താവിന്റെ നാമം മാത്രമാണ് തലമുറ തലമുറയായിട്ട് നിലനിൽക്കുന്നത്. 90 സംഘത്തിൽ പറയുന്ന തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഓരോ ദിവസവും ദൈവം നമ്മെ അതിശയമായിട്ട് വഴി നടത്തുന്നു. എന്നേക്കും നിലനിൽക്കുന്നതും അല്ലെങ്കിൽ എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്, ആകാശത്തിന്റെ കൈകൾ പ്രവൃത്തിയാകുന്നു, അവയൊക്കെയും നശിക്കും, നീയോ നിലനിൽക്കും. ഈ ഭൂമിയും ആകാശവും ഒക്കെ ഒഴിഞ്ഞു പോകുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ അവയൊക്കെയും നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. ആകാശം ഭൂമിയൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലം വരാൻ പോകുന്നു. എന്നാൽ കർത്താവിനെ കുറിച്ച് പറയുന്നത്, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല, നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. നമുക്ക് ദൈവമക്കളായി നമുക്ക് ഓരോരുത്തർക്കും നിർഭയമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് വസിക്കാം. അവരുടെ സന്തതിയൊക്കെയും ദൈവസന്നിധിയിൽ എന്നേക്കും നിലനിൽക്കുന്നതാവുന്നു. അപ്പൊ നമുക്ക് എന്നും ആശ്രയിക്കത്തക്കതായിട്ടുള്ള നമ്മുടെ കർത്താവാകുന്നു. 118 സങ്കീർത്തനം 8-9 വാക്യത്തിൽ പറയുന്നത്, മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. അപ്പൊ നമുക്ക് നിലനിൽക്കുന്നതുമായ നമ്മുടെ കർത്താവിൽ തന്നെ ആശ്രയപ്പെടാം. അല്ലെങ്കിൽ അനന്യനായ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ, കാണുന്നു ഞാൻ
ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഒരു സംഗീതം നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മുടെ ആയുസിനെ കുറിച്ചും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള വ്യക്തമായ പ്രതിപാദിക്കുന്ന സംഗീതം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ 27-ാം വാക്യം പറയുകയാണ്, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണത്. നിങ്ങൾ എത്രമാത്രം അത് ചിന്തിച്ചു എനിക്ക് അറിയത്തില്ല. പക്ഷെ വചനം പറയുന്നു, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കത്തില്ല. നിന്റെ സംവത്സരങ്ങൾ, നിന്റെ വർഷങ്ങൾ അവസാനിക്കത്ത വർഷങ്ങളാകുന്നു. അവൻ അനന്യമായ ദൈവമാകുന്നു. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. ലോകത്തിലെ അതേ വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെയും വലിയ വലിയ ഇസങ്ങളുടെയും അതേ സംവത്സരങ്ങൾ എണ്ണപ്പെടുമ്പോൾ അവയെല്ലാം 50, 100, 150 വർഷം കൊണ്ട് ഈ ലോകത്ത് നിന്ന് അത് വിട്ടുപോകുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സംവത്സരങ്ങൾ, ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് അത് നിത്യമായ രാജ്യമാണ്. ആ രാജ്യത്തിന് മാറ്റമില്ല. അനേക പ്രസ്ഥാനങ്ങളും അനേക നേതാക്കന്മാരും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് ഏറെ ആശ്രയിക്കുവാനും ആശ്വസിക്കാനുള്ളത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. ആ വചനം എന്നേക്കും സ്വർഗത്തിൽ എഴുതപ്പെട്ട വചനമാണ്, എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്, അത് എന്നേക്കും സൗഖ്യം തരുന്ന വചനമാണ്, എന്നേക്കും നമുക്ക് അഭിഷേകം തരുന്ന വചനമാണ്, അത് സന്തോഷം തരുന്ന വചനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആശ്രയിക്കാനുള്ളത്, നമുക്ക് ആശ്വസിക്കാനുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം മാറിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, ലോകം മാറിപ്പോകും, ഗവൺമെന്റ് മാറിപ്പോകും, നേതാക്കന്മാരുടെ വാക്ക് മാറിപ്പോകും. എന്ന് വാക്ക് മാറാത്തവൻ, അത് വീണ്ടും വരാമെന്ന് പറഞ്ഞവൻ, നമ്മെ നിത്യതയിൽ എത്തിക്കാന്ന് പറഞ്ഞവൻ, അവന് പ്രത്യാശാൻ കഴിവുള്ളവൻ നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ. അവന്റെ പേര് യേശു. അവൻ നിത്യജീവന്റെ ഉറവിടമാണ്. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പാരങ്ങ്, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട്. നിന്നെ വിട്ടിട്ടാടി എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി എങ്ങു പോയി വസിക്കും, നീയല്ലോ നിങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത്. അപ്പൊ നിത്യജീവമൊഴികൾ അവനിലുണ്ട്. അവനാണ് നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവന്റെ ഉറവ അവനാണ്. ഈ ലോകത്തിന്റെ ഉറവയ്ക്ക് വറ്റിപ്പോകുമ്പോൾ, ഈ ലോകത്തിന്റെ വാക്കുകളൊക്കെ മാറിപ്പോകുമ്പോൾ ദൈവദിനം എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ആ സ്വർഗീയ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്ന ഒരു ശക്തിയും ഇന്ന് ലോകത്തില്ല. അത് നിത്യമായ ശക്തിയാണ്, നിത്യമായ ഗവൺമെന്റ് ആണ്, നിത്യമായ പ്രത്യാശയാണ്, നിത്യമായ സൗഖ്യമാണ്. 28-ാം വാക്യം പറയാണ്, നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദാസന്മാരുടെ മക്കൾ, ദൈവ ജനത്തിന്റെ തലമുറ, ദൈവ ജനത്തിന്റെ മക്കൾ നിത്യമായി വസിക്കും, നിർഭയമായി വസിക്കും. അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. അവരുടെ സന്തതി, ദൈവത്തിന്റെ ദാസന്മാരുടെ സന്തതി, ദൈവമക്കളുടെ തലമുറ, അവർ നിത്യമായും എന്ത് ചെയ്യും? ദൈവ സന്നിധിയിൽ നിലനിൽക്കുന്ന കുറിച്ച് വചനം പറയുകയാണ്. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ചിന്തിക്കാനുള്ളത്, നമ്മുടെ തലമുറയ്ക്ക് വെച്ചേക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹ സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മുടെ തലമുറയ്ക്ക് വെച്ചേക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആ സമ്പത്ത് എന്ന് പറയുന്നത് ഈ തിരുവചനം മാത്രമാണ്. പ്രിയ മാതാപിതാക്കളെ ഓരോരുത്തരും നമ്മൾ ദൈവവചനത്തിന് ആശ്രയിക്കുമ്പോൾ, ദൈവ കൃപയിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ച് വലുതാക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് വെച്ചേക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ തിരുവചനം മാത്രമേ ഉള്ളൂ. വചനം പറയാണ്, നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. ഭയത്തിൻ്റെതായ അവസ്ഥയിൽ നിന്ന് മാറി, പ്രതികൂലത്തിന്റെ അവസ്ഥ മാറി, ദൈവ സന്നിധിയിൽ നിർഭയമായി നിൽക്കുവാനുള്ള ഒരു വലിയ ചങ്കുറപ്പ്, ഒരു വലിയ അഭിഷേകം, ഒരു വലിയ വിശ്വാസം. അത് പറഞ്ഞേ, അവർ സന്തതി നിന്റെ സന്നിധിയിൽ എന്നേക്കും നിലനിന്നു, ഒരിക്കലും നശിച്ചുപോകത്തില്ല. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമ്മുടെ മക്കൾക്ക് വെച്ചേക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പറയുന്നത് ഈ തിരുവചനം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. അതേ കൃപയാ ദൈവം നമ്മെ ഇന്നയോളം നടത്തിയ കൃപക്കൊക്കെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുകയും അതെ ദൈവത്തെ പേടിയില്ലാതെ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പറ്റം ജനത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് എവിടെ നോക്കിയാലും ദൈവത്തെ ഭയമില്ല. വീടുകളിലായാലും കൂട്ടായ്മകളിലായാലും അതെ ദൈവത്തിന് സ്ഥാനമില്ലാതെ, ദൈവത്തിന് ഭയം കൊടുക്കാതെ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ അവരെ ആശ്രയിക്കാതെ പോകുന്ന കൂട്ടായ്മകളെയും കുടുംബങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും.
എന്നാ പ്രിയ ദൈവജനമേ, നമ്മുടെ മക്കളുടെ ഭാവി, നമ്മുടെ തലമുറ ഭാവി എന്ന് പറയുന്നത് ഈ തിരുവചനത്തിലാണ് അത് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ തിരുവചനം അത് ഉൾക്കൊണ്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിക്കാൻ നമുക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടേതായ അനുഭവ സാക്ഷ്യങ്ങളും നമ്മുടേതായിട്ടുള്ള പ്രബോധനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. അത് നമുക്ക് ജീവന സാക്ഷ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കേൾക്കാവുന്നതാണ്. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനവനെ നാം അവനത്രേ പാപഹരേ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരേ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. നമുക്കൊന്നും ചൊന്നതം വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുതുശക്തിയാൽ അനുഭവിക്കും അതിസന്തോഷത്താ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ അനുഭവിക്കും അതിസന്തോഷത്താ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരേ, തൻ ജീവനം വീണ്ടെടുത്തു. അവനത്രേ പാപഹരേ, തൻ ജീവനെയും വീണ്ടെടുത്തു. കൊണ്ട് സാക്ഷി പറയാൻ തക്കോണം ദൈവകൃപയ്ക്കായിട്ട് നമ്മെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്താലെ നമുക്ക് നല്ല വിശ്വാസമായിരുന്നു. പ്രയാസ മധ്യത്തിലൊക്കെയും കർത്താവ് കോഴി വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ പറയുന്ന ഒരുപാട് കഷ്ടത്തിൽ കൂടി കടന്നുപോയാണ്. രോഗത്തിന്റെ പ്രയാസങ്ങളും ദാരിദ്ര്യം ദുഃഖം എല്ലാറ്റിനും വേണ്ടിയും കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. ഒരു കാലത്ത് ഞാൻ കർത്താവിനെ അറിയാത്തവളായിരുന്നു. ഇന്ന് കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ തക്കോണം ദൈവകൃപ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ തക്കോണം ദൈവം നിന്നെ ഇന്ന് എത്രത്തോളം നടത്തിക്കൊണ്ടിരുന്ന സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭാര്യയോടെ വെച്ചു വാങ്ങിനെ പുലർത്തും പറഞ്ഞ പോലെ ഏത് ഭാര്യമാരും കർത്താവിനത്തിൽ തന്നെ വെക്കുമ്പോൾ കർത്താവിന് ഒത്തിരി മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. എന്നോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ കാലയളവിൽ കർത്താവ് ഇങ്ങനെ അതിശയമായിട്ട് ജയോത്സവമായിട്ട് നിങ്ങൾ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിചാരിക്കത്തെ അപ്പുറമായിട്ടുള്ള പുതുവഴികൾ ദൈവം നിങ്ങൾക്ക് തുറന്നു തന്നും ആത്മീയമായിട്ട് ഭാര്യമായിട്ട് കർത്താവിനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നീ കർത്താവിനെ വിളിച്ചാൽ നീ പന്തപ്പാണ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. പുറത്തേക്ക് ഒന്ന് കൂട്ടായ്മ കടന്നു പള്ളിയിൽ കടന്നു സാധിച്ചില്ലെങ്കിലും ബാങ്കിലിരുന്ന് കൊണ്ട് ബൈബിൾ വായിക്കുവാനും കൂടുതൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് നീ പന്തപ്പോണം. കർത്താവ് എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ക്രിസ്തുവിനെ മരിച്ച് കർത്താവിന് ചേർന്ന് ചേരുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ കുറവൊന്നും ഓർക്കാത്തവണ്ണം കർത്താവ് എന്നെ ഓരോ ദിവസം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. രോഗമായാലും പ്രയാസമായാലും എന്ത് തന്നെയായിരുന്നു കർത്താവിന്റെ സന്തോഷം എന്റെ ജീവിതത്തിൽ വളരെ അതിശയമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. യോഹോ നാട്ടിൽ ഉച്ചരിയാൻ തക്കോണം കർത്താവിന് പാടുപെട്ടിരിക്കാൻ തക്കോണം കർത്താവ് എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്ന എന്റെ സ്തോത്രം എന്ന് സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരും എന്നോട്ട് ഒത്തിരി പ്രാർത്ഥിക്കണം. എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകാതെ അന്ത്യവരേക്ക് കർത്താവിന്റെ ഹരിയായിരിക്കാൻ തക്കോണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും വേണ്ടതാ ചെയ്യുവാനും കൃപ കിട്ടുന്നതിന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വാക്യം വായിച്ച് ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 34:4. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടിയിച്ചു. ആഗ്രഹിക്കുന്നൊക്കെ പ്രകാശത്തെ അവർ മുഖം ലഭിച്ചു പോയിരുന്നില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. കഷ്ടങ്ങളും പ്രയാസത്തിൽ നിന്നും യഹോവയോട് നിലവിളിക്കുമ്പോൾ അതിനൊക്കെ മറുപടി തരുന്നത് കർത്താവിന്റെ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവ് വീണ്ടും വരുമ്പോൾ ആ കർത്താവിനെ എടുക്കപ്പെടുവാൻ കർത്താവിന് സന്ധി ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം എന്നോട് പ്രാർത്ഥനം. എൻ്റെ മാംസത്തിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥനം. അവരൊന്നും വേണ്ടും പോലെ ദൈവപക്ഷത്ത് കടന്നു വന്നിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖമുണ്ട്. എങ്കിലും അവരോർത്ത് പ്രത്യേകം പ്രാർത്ഥനം. എൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ ദൈവത്തെ അറിഞ്ഞവരാണ്. എൻ്റെ ആങ്ങളമാരും ചേച്ചിമാരും വേണ്ടുപോലെ ആരും വന്നിട്ടില്ല. അവരോർത്ത് പ്രത്യേകം പ്രാർത്ഥനയോടെ എൻ്റെ സാക്ഷി നിർത്തുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ
മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ യെരിഹോ മതിലുകൾ ഉയർന്നു വന്നാലും അതിൻ വലിപ്പമോ സാരമില്ല യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല ഒന്നിച്ചു നാം ആർപ്പിടുന്നു ഒന്നിച്ചു നാം ആർപ്പിടുമ്പോ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഇവിടെ സാക്ഷി ദൈവനെ സഹായിച്ചു ബലപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെക്കാലം തീരുമാനിച്ചു. ഇനിയും ഈ കൊറോണ സമയത്തൊക്കെയും കർത്താവിന്റെ സിനിമ പ്രാർത്ഥിക്കണം. പരീക്ഷ നല്ല പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നു. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടലിൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടലിൽ രണ്ടാകുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസവും കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവമേ സഹായിച്ചു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ലവനായി കൂടെയിരുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യമുള്ളവർക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അതിന്റെ കോപം ചോദിച്ചു, നിങ്ങൾ കോപം വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലം വന്നു. നമ്മുടെ കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെങ്കിലും നമ്മൾ പറയുന്ന ഏത് വാക്കിനും നിസ്സാര വാക്കിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടവരാകുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവർക്കും വലിയവർക്കും ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലം വന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഈ സമയങ്ങളായിരിക്കുന്ന ദാസന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെയും കർത്താവിന്റെ പ്രതിഫലം കൊടുക്കാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ പ്രതിഫലത്തിന് നമ്മൾ ഓരോരുത്തരും അർഹരായി തീരേണ്ടത് ആവശ്യമാണെന്നു. കർത്താവ് വരുന്ന ന്യായവിധി ദിവസത്തെങ്കിൽ നമ്മൾ ഓരോരുത്തരും ധൈര്യത്തോടെ നിൽപ്പാൻ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനെ പോലുള്ളോരെ കപ്പലിലുറങ്ങിടുന്ന യോനെ പോലുള്ളോരെ എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നു. ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നു. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തം.
അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും നമ്മൾ കേൾക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഏവർക്കും അതിന് അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപയാ കർത്താവ് എന്നെയും നടത്തി പരിപാലിച്ചു. എൻ്റെ താഴ്ചയിലും വീഴ്ചയിലും പ്രതികൂലത്തിലും ഒക്കെയും ദൈവത്തിന്റെ കൃപ കാണുവാൻ ദൈവം എന്നെയും ശക്തനാക്കി തീർത്തു. ഞാനാകുന്നത് ദൈവകൃപയിലാണ്. ഞാൻ ഒരു നാളും എൻ്റെ ചെറുപ്രായത്തിൽ ഇങ്ങനെ കർത്താവിന്റെ ഒരു സാക്ഷിയാകുമെന്നോ ദാസനാകുമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ച് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിർത്തിയ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരോട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിപ്പാൻ ദൈവം എന്നെ എടുത്തു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മാറിക്കുന്നത് ദൈവകൃപയിലാണ്. പ്രത്യേകം നിങ്ങൾ എന്നോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയിലും യേശു നാമത്തെ മഹത്വീകരിപ്പാൻ, യേശു നാമത്തെ ഉയർത്തുവാൻ ഇടയാകണതിന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്. തുടങ്ങി വെച്ച ഒരു ശുശ്രൂഷയും മുടങ്ങിപ്പോകാതെ കൊണ്ടാക്കണം. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അത് വ്യാപാരികൾക്കായിട്ട് ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ ദൈവം മിഷനെ സഹായിച്ചു. ഒട്ടനവധി ബിസിനസ് സഹകാരികൾ വളരെയധികം പ്രതികൂലത്തിലും പ്രയാസത്തിലും പോയിക്കൊണ്ടിരിക്കുന്നു. പലരുടെയും കടബാധ്യതകളും ലോണൊക്കെ അടയ്ക്കാൻ പ്രയാസപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബിസിനസ് ഫോർ മിഷൻ എന്ന പേരില് മിഷന്റെ അണ്ടറിൽ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു കൊടുത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ രണ്ടാം ശനിയാഴ്ചയിലും വൈകിട്ട് 8 മണി മുതൽ 10 മണി സമയത്ത് ആ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞാൻ നിങ്ങൾ എല്ലാവരെയും അത് ക്ഷണിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മുടെ മധ്യേ പല കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് അതിനോട് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയാണ്. ഓരോ ആവശ്യത്തിരിക്കുന്ന വ്യക്തികളും ആവശ്യത്തിരിക്കുന്ന വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മളെ കർത്താവ് ഏൽപ്പിക്കുന്നത് നാം അതിന്മേൽ പ്രാർത്ഥിച്ച് ഒരു വിടുതൽ, ഒരു ജയം പ്രാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമ്മുടെ മുന്നിൽ വരുന്ന വിഷയങ്ങള്, വ്യക്തിപര വിഷയങ്ങള്, കൂട്ടായ്മ വിഷയങ്ങള്, ഇതൊന്നും നമ്മൾ അലക്ഷ്യമായി നമ്മൾ വിട്ടുപോകരുത് എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കയ്യിൽ വരുന്ന ആ പ്രാർത്ഥന മാസിക പ്രയപ്പാട്ട് ചെയ്യുന്ന പ്രാർത്ഥന മാസിക, ആ മാസികയിൽ അത് ഓരോ മാസത്തേക്ക് ഓരോ ദിവസത്തേക്ക് വേണ്ടുന്ന പ്രാർത്ഥനകളും അത് സംഗീതങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുകയും പ്രത്യേകം അതിലടങ്ങിയിരിക്കുന്ന വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുവാനും മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ. നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ഏത് വിഷയമായാലും നിങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ചില വിഷയങ്ങൾ നമുക്ക് ഇപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അത് നമ്മളുടെ ഓരോ ദിവസങ്ങളിലും അത് ഫോൺ മുഖാന്തരവും ഭവന സദസ്യ മുഖാന്തരമായിട്ട് ഒട്ടനവധി വിഷയം നമുക്ക് പ്രാർത്ഥിക്കാൻ പലരും നമ്മൾ ഏൽപ്പിക്കുന്നുണ്ട്. മുഴുവൻ വിഷയങ്ങളും പ്രാർത്ഥിക്കാൻ ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കം ചില വിഷയങ്ങൾ പറഞ്ഞ് മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ബുക്കിൽ വളരെയേറെ വിഷയങ്ങളുണ്ട്. ആ പ്രാർത്ഥന ബുക്കിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇപ്പോൾ വായിക്കുന്ന വിഷയങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ ജോബ്സി പ്രത്യേകം ആ വിഷയങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിങ്ങളൊപ്പം അതിന്റെ കൂടെ ഒപ്പം പ്രാർത്ഥിക്കുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. ടെറിൻ അനുയോജ്യമായ വിവാഹം ശരിയാവാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. തകർച്ചൽ വക്കീലായിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, നമ്മുടെ സഹകാരികളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ബിസിനസ് ഫോർ മിഷൻ എന്ന ബിസിനസ് കൂട്ടായ്മയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഒക്ടോബർ 2-ാം തീയതിയിലെ ട്രാക്ക് സൊസൈറ്റിയുടെ പ്രൊമോഷൻ മീറ്റിംഗുകൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഒക്ടോബർ 25-ാം തീയതിയിലെ നെയ്യാറ്റിൻകരയിലെ കൂട്ടായ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ജിബിൻ നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വരുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണമേ. മോളുകുട്ടി മരുമകളുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കൂടാതെ നമ്മളെ മധ്യത്തയക്കുന്ന എല്ലാ വിഷയങ്ങളും ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത്രയും വിഷയങ്ങളോർത്ത് ജോബ്സി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ദിവസം കർത്താവേ അങ്ങനെ പാദപ്രതിലായിരിക്കാൻ കർത്താവയുടെ ആക്കിയപ്പോഴൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയുള്ള അപേക്ഷയുള്ള കർത്താവേ, നിന്റെ സന്നിധി നിങ്ങൾ ഇറക്കി വെക്കുന്നു കർത്താവ്. നിന്റെ ഭാര്യ ഹോടമേൽ വെച്ച് കൊള്ളുക, നിന്റെ പുലർത്തും നീതിമാനം കുടുങ്ങി പോകുവാൻ ഒരു നാൾ സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയവും കർത്താവെ നീ അങ്ങേറ്റെടുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു
കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ നീ എല്ലാ വിഷയത്തിന്മേലും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ കർത്താവെ. അങ്ങ് വലിയ ദൈവമായിരിക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇപ്പോൾ പറഞ്ഞ ഓരോ വിഷയവും കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പ്രത്യേക ബിസിനസ് മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭാരപ്പെട്ടായിരിക്കുന്നു കർത്താവെ. കർത്താവെ, ബിസിനസ് ഒന്നും കർത്താവ് മുന്നോട്ട് പോകാൻ കഴിയാതെ കർത്താവെ ഭാരപ്പെടുന്നു. വിഷയത്തിൽ കർത്താവ് കച്ചവട സ്ഥാപനങ്ങളെയും കർത്താവ് കച്ചവടക്കാരെയും അവർ ഓർത്തുകൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ലോണുകൾ കർത്താവ് അടയ്ക്കുവാൻ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഭണ്ഡാരങ്ങൾ തുറന്ന് കർത്താവെ, കർത്താവെ നീ സ്ഥലം പോരാതെ വരുവോളം കർത്താവെ കൊടുക്കുവാൻ ശക്തനായിരിക്കും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വിവാഹാലോചനകൾ നടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണകളെ കൊടുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ മനുഷ്യനേകനായിരിക്കുന്നു നന്നല്ലോ കർത്താവെ. കർത്താവ് നീ കർത്താവ് തക്കതായ തുണകളെ കർത്താവ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നടക്കാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകൾ ഓർക്കുന്നു. ഒക്ടോബർ 2 കർത്താവ് ഒക്ടോബർ 2 മീറ്റിങ്ങുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തേനാമാത്രനായി പന്തക്കൊണ്ട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ഞങ്ങളുടെ വരവ് ഏറ്റവും ആസന്നമാണല്ലോ കർത്താവെ. വരവിനായിട്ട് കാത്തിരിപ്പാൻ കർത്താവ് ഒരുങ്ങിയിരിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും എല്ലാ പ്രവർത്തന വിഷയങ്ങളെയും ഒരു പ്രാവശ്യം കൂടി എത്തിച്ചേരുന്നു കർത്താവെ. എല്ലാ വിഷയത്തിന്മേലും കർത്താവെ അങ്ങ് പരിവർത്തിക്കണമേ കർത്താവെ. മാറ്റങ്ങൾ ഉണ്ടാകണമേ കർത്താവെ. യേശുവേ അതിലെല്ലാം കർത്താവെ നീ അതിശയം പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ ചെയ്ത് മനുഷ്യ അസാധ്യമായ ദൈവത്താൽ സാധ്യമാകുന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നു കർത്താവെ. കർത്താവ് അങ്ങ് അനന്യായ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാനവത്വം നടക്കണമേ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. നമുക്കൊരു പാട്ടുപാടി സ്തോത്രാശെടുക്കാവുന്നതാണ്. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗം ഉണർന്ന രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗം ഉണർന്ന രക്ഷകന്റെ വേല ചെയ്യുവേ. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാലെ. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാലെ. ചന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ലഭിച്ച സ്തോത്രാശയോർത്ത് അമ്മ പ്രാർത്ഥിക്കും. ഈ സമയം വരെയും കർത്താവ് സ്തോത്രം പലരും സ്തോത്രം ചെയ്തിട്ടുണ്ട് കർത്താവെ. അതിന്റെ പ്രവർത്തിയെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങൾ തന്ന വഴിപാടൊക്കെ വഴിയാന്നപ്പോഴും തന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒന്നിനും കുറവില്ലാത്തവണ്ണം കർത്താവ് നടത്തിയവണ്ണം നന്ദിയുടെ സ്തോത്രം. പ്രാർത്ഥന സ്തോത്രം യേശുവിനെ നടത്തി താഴ്മ വെച്ച് നോക്കാൻ കേൾക്കുമാറാണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ഈ ആരാധന അയപ്പാൻ എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യകരമായ അവസ്ഥയാണ്. പല ആളുകൾക്കും ഈ ഭാഗ്യാവസ്ഥ ലഭിച്ചിട്ടില്ല. പലർക്കും ഈ സത്യദൈവത്തെ അറിയുവാൻ സാധിച്ചിട്ടില്ല. പലർക്കും ഈ ദൈവത്തെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നുള്ള സൗഖ്യങ്ങളും ലഭിക്കാൻ സാധിക്കാതെ പോയി. എന്നാൽ ചുരുക്കം പേർക്കെങ്കിലും ആ വലിയ അനുഗ്രഹങ്ങളും അഭിഷേകം പ്രാപിക്കാൻ ഇടയനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ആയിരിക്കുന്നത് ദൈവകൃപയിലാണ്. നമുക്ക് എത്ര കാലം ഈ ദൈവത്തെ ഈ ഭൂമിയിൽ വെച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. കാരണം സഭയുടെ ഉത്ഥാപനം, സഭയുടെ വീണ്ടെടുപ്പ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലയളവിൽ നമ്മൾ ആയിരിക്കുകയാണ്. കർത്താവ് രണ്ടാമത്തെ വാനമേഘ വരുവാൻ കാലങ്ങൾ ഏറെ ഇല്ല പ്രിയ ദൈവജനമേ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ദൈവത്തെ നമ്മൾ ആത്മാൻ തത്വത്തിന് ആരാധിക്കുമ്പോൾ അന്ന് നമ്മൾ ഒരുമിച്ച് മുഖാമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സുദിനം സംജാതമാകാൻ പോവുകയാണ്. അവിടെ യുഗയുഗങ്ങളായിട്ട് നാം ദൈവത്തെ ആരാധിക്കും. അവിടെ മരണമില്ല, വേർപാടില്ല, ദുഃഖമില്ല, കഷ്ടപ്പാടില്ല, പട്ടിണിയില്ല, രോഗമില്ല, കൊറോണയില്ല, ബന്ധില്ല, പണിമുടക്കില്ല, ബസ് മുടക്കില്ല, യാതൊരു പ്രതികൂലങ്ങളില്ലാത്തൊരു ലോകം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുകയാണ്. പ്രിയ ദൈവമേ, നമ്മൾ ഓരോരുത്തരെയും
അതെ നിത്യമായ വീടിന്റെ പണി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തും അവിടെ ചെന്നെത്തുവാനുള്ള ഒരു വലിയ ഒരു സാധ്യത ഉണ്ട് എന്ന് കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ലോകം നമുക്ക് ശാശ്വതമല്ല എന്ന് ഓരോ ആരാധനയും നമ്മൾ ആവർത്തി പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെയും അത് മറ്റുള്ളവരുടെ മുമ്പില് അത് ജീവിക്കുന്ന കർത്താവിന്റെ ജീവൻ ദൈവത്തിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമുക്ക് നൽകിയ വലിയ കൃപക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്കും ഈ വലിയ ഈ സ്വർഗീയ ഗവൺമെന്റ് ഒരു ജോലിക്കാരനാകുവാൻ ദൈവം എന്നെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയിലാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു കർത്താവ് വേലക്കാരനാകുമെന്നോ പ്രസംഗിക്കുമെന്നോ വടക്കിന്ത്യയിൽ പോകുമെന്നോ ഞാൻ ചിന്തിച്ചതേയല്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായി. ഞാൻ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് എത്രയും പെട്ടെന്ന് ഈ ശുശ്രൂഷയ്ക്ക് അവസാനം ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവത്തെ പ്രസാദിക്കുന്നവർ എങ്ങനെ ഉള്ളവരായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എങ്ങനെ ഉള്ളവരായിരിക്കണം. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളും ഇന്ന് ഈ ലോകത്തിനായിരിക്കുന്നത് ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എങ്ങനെ ഉള്ളവരായിരിക്കണം. നമ്മൾ തിരുവചനം നമ്മൾ വായിക്കുമ്പോഴൊക്കെയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എങ്ങനത്തെ ഏത് മോഡലിൽ എങ്ങനെ ദൈവത്തെ ആരെ കുറിച്ച് വ്യക്തമായും തിരുവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കുന്ന തരത്തിലുള്ള ഒരു യാഗമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന യാഗമാണ്, സ്തോത്രയാഗമാണ് നമ്മൾ അർപ്പിക്കുന്നത്. ദൈവം പ്രസാദിക്കാത്ത ഒന്നും നമുക്ക് ആവശ്യമില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനകളില്, നമ്മുടെ സ്തോത്രയാഗങ്ങളില്, വഴിപാടുകളൊക്കെയും പ്രസാദിക്കണം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നാം ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിലും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ദൈവം എന്നിൽ ഇടപെട്ടു, ദൈവം എന്നിൽ പ്രസാദിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. റോമലേഖനം 12 അധ്യായം 1-2 വായിക്കുമ്പോൾ നമുക്ക് ഏറെ സുപരിചിതമായ വേദഭാഗമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ ജീവനും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പോൾ അപ്പോസ്തലനോട് പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ദൈവത്തിന് പ്രസാദമുള്ള ഈ യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിന്റെ ആളുകളുടെ നമുക്ക് സപ്പോർട്ട് മാത്രം ലഭിക്കാൻ വേണ്ടിയല്ല. ദൈവം നമ്മുടെ കുടുംബ ജീവിതത്തിലെ, ദൈവം നമ്മുടെ വ്യക്തിപര ജീവിതത്തിലെ, ദൈവം നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിലെ പ്രസാദിക്കുവാൻ ഇടയായിത്തീരുക. അതിനെവിടെ അപ്പം പറയാണ്, അത് നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. 2ാം വാക്യം പറയാണ്, അത് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തന്ന് തിരിച്ചറിയുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിനോട് ചേർന്ന് നിൽക്കാതെ, ഈ ലോകത്തിന്റെ പാപങ്ങളിൽ നമ്മൾ പെട്ടുപോകാതെ, ഈ ലോകത്തിന് അഴിച്ച് നമ്മൾ ആയിത്തീരാതെ, പിന്നെ എന്ത് വേണം? ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നാം മനസ്സിലാക്കി, നാം തിരിച്ചറിഞ്ഞുകൊണ്ട് രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കണം. പ്രിയ ദൈവജനമേ, നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൽ നമുക്ക് ഒരു വലിയ കൃപകൾ പ്രാപിക്കണമെങ്കിൽ, നാം അവന്റെ വചനപ്രകാരം ജീവിക്കുവാൻ, വചനപ്രകാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രമാണം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ പ്രമാണത്തിന്
അടിസ്ഥാനപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കുടുംബജീവിതത്തിലെ ഒക്കെ പ്രസാദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വചനം വ്യക്തമായി പറയാണ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് നിങ്ങൾ പ്രസാദിപ്പിക്കാതെ, ഈ ലോകത്തിന്റെ ആളുകളെ നിങ്ങൾ പ്രസാദിപ്പിക്കാതെ, അഥവാ പാപം ചെയ്യാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്നതെന്ന് അതെപ്പോഴും ആരാഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകള്, എന്റേതായ മനോഭാവം ദൈവത്തിന്റെ ഹിതകരമാണോ, ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ആരാഞ്ഞുകൊണ്ടിരിക്കണം. ദൈവഹിതമില്ലാത്തൊരു പ്രവൃത്തിക്ക് ഞാൻ പോകത്തില്ല. ദൈവഹിതമില്ലാത്ത ഒരു സംസാരിക്കത്തില്ല, അവിടേക്ക് നോക്കത്തില്ല. അങ്ങനെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് പോകുമ്പോഴാണ് ദൈവത്തിന് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തില് അതെ പല നാളായിരുന്നു പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങൾക്കും നമുക്ക് മറുപടി കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലായിരിക്കാം. ഞാനത് മുഴുവനായിട്ട് തറപ്പിച്ച് പറയത്തില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത്, കർത്താവേ, എന്റെ ജീവിതത്തില് ദൈവം പ്രസാദിക്കാത്ത വല്ല പ്രവൃത്തിയുണ്ടോ, അഥവാ എന്റെ ജീവിതത്തിലെ ദൈവിക കൽപ്പനകൾ എന്തെങ്കിലും പ്രമാണിക്കാൻ ബാക്കിയുണ്ടോ, ദൈവിക കൽപ്പനകൾ പൂരിപ്പിക്കുവാൻ ബാക്കിയുണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരുത്തുവാൻ സഹായകമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ അതെ നമ്മൾ ദിനം പ്രതി ദൈവത്തെ തിരുത്തുന്നവരായിരിക്കണം. നമ്മളെല്ലാം കുറവുള്ളവരാണ്, നമ്മൾ ആരും പൂർണ്ണരല്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തെറ്റിനെ കുറിച്ചും ശരിയെ കുറിച്ചും നമ്മളെ ബോധിപ്പിക്കുമ്പോൾ അത് തിരുത്തുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിനും അവന്റെ വഴിപാടിനും പ്രസാദിച്ചു. 7-ാം വാക്യം, നിന്റെ മുഖം വാടുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതെ, നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേശയിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിനും പ്രസാദിച്ചു. കയീനും ഹാബേലും നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വേദഭാഗമാണ്. കയീനും ഹാബേലും രണ്ടു കൂട്ടരും അവരുടെ അധ്വാനത്തിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ അവസ്ഥയിൽ ദൈവം ഹാബേലിന്റെ വഴിപാടിനെ എന്ത് ചെയ്തു? പ്രസാദിച്ചു. കയീനിലും പ്രസാദിച്ചില്ല. പ്രിയ ദൈവജനമേ, 7-ാം വാക്യം പറയാണ്, അതെ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ. അപ്പോൾ ദൈവം കയീന്റെ വഴിപാടിൽ പ്രസാദിക്കാതെ പോയ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ നന്മയില്ല. അവനെ കുറിച്ച് പറയാണ്, പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം നിന്റെ ഹൃദയത്തിൽ കിടക്കുന്നു. പാപം നിന്റെ ഉള്ളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ പാപം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ദൈവത്തിന് പ്രസാദിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന് പ്രസാദിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ആദ്യം വായിച്ചിട്ടല്ലോ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും അതെ ദൈവികത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സുതുക്കി രൂപാന്തരപ്പെടുവിൻ. രൂപാന്തരപ്പെടണം. നമ്മൾ പക്ഷെ ഒരുപാട് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ പല കാര്യം കൊണ്ട് നമ്മൾ പൈസ ചെലവഴിക്കാതിരിക്കാം. പക്ഷെ ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന്, ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് അത് മനസ്സിലാക്കി അവയെ തിരുത്തിക്കൊണ്ട് നാം ദൈവത്തിന് വേണ്ടി യോഗം അർപ്പിക്കുമ്പോൾ
ദൈവത്തിന് വേണ്ടി നമ്മൾ വഴിപാടർപ്പിക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവഹിത പ്രകാരമുള്ള ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കണം. നമ്മൾ ഒരുപാട് വേലയ്ക്ക് പോകുന്നവരായിരിക്കാം, കൂട്ടം സമ്മതിക്കുന്നവരായിരിക്കാം, കൊടുക്കുന്നവരായിരിക്കാം. പക്ഷേ ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും ആന്തരികേന്ദ്രിയങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസംഗിക്കുന്ന എന്നെയും കർത്ത നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച്, എന്റേതായിട്ടുള്ള അതെ ഉൾജീവിതത്തെ കുറിച്ച്, എന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച്, എന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ എന്റെ സംഘടനകൾക്കോ എന്റെ കൂട്ടായ്മകൾക്കോ എന്റേതായിട്ടുള്ള ഉള്ളവസ്ഥയെ കുറിച്ച് അറിയാമായിരിക്കത്തില്ല. ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു. നമ്മുടെ ദൈവം സകലത്തിനെയും ശോധന ചെയ്യുന്നു. ഉന്നതഭാവം, നിക്കളം, ഇതൊക്കെ ദൈവം വെറുക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ഇന്ന് തീരുമാനിച്ചോളാം, കർത്താവേ, എന്നിൽ നീ പ്രസാദിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? കൈന്റെ വഴിപാട് പ്രസാദിക്കാൻ തടസ്സമായി നിൽക്കുന്നത് നിന്റെ അവന് പാപമാണെങ്കിൽ, നമ്മൾ ഉള്ളിൽ കുടികൊള്ളുന്ന ഏത് പാപമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ അടുത്ത പോയിന്റ് കടക്കാൻ പോവുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആത്മാവിൽ കപടമില്ലാത്തവരായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആത്മാവിൽ കപടം ഇല്ലാത്തവരായിരിക്കണം. സങ്കീർത്തനം 32 അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ ഭാഗ്യവാൻ. ദാവീദാണ് ഈ ഭാഗം എഴുതുന്നത്. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരം മനുഷ്യനാണ്. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിലെ ഒരു കേവലം ഒരു ആട്ടിനെ ചെറുക്കനാണ് ദാവീദ്. സ്വന്തം വീട്ടിൽ ആരാലും സ്വന്തം അപ്പൻ പോലെ വിലവെക്കാതെ അത് കാട്ടിൽ കഴിഞ്ഞ ദാവീദ്, സ്വന്തം വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അത് ദാവീദ് ഉണ്ടായിരുന്നില്ല. വിറകൊള്ളിപ്പോൾ അറിയപ്പെട്ട ദാവീദ് ആ ആട്ടിനെ ചെറുക്കനെ അവസ്ഥ നിന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്യപ്പെട്ട ആ ദാവീദ് പറയുകയാണ്, അത് ലംഘനം ക്ഷമിച്ചും പാപമർത്തിയ ഭാഗ്യവാൻ. അവനറിയാം അവൻ ലംഘനം, അവന്റെ പാപം അറിയാം. അവൻ ഊരിയാവിന്റെ പാൽ തട്ടിയെടുത്തതും അവൻ ചെയ്തു കൂട്ടിയ പാപത്തെ കുറിച്ചൊക്കെ നല്ല ബോധ്യം അവനുണ്ട്. ആ നല്ല ബോധനടുത്ത് പറയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിന്റെ പാപം തീർത്ത നാൾ. യേശുവിന്റെ രക്തം സകല പാപമൊക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, പിന്നെയോ നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഉണ്ടാത്രേ. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഉണ്ടാത്രേ. ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഏവന്റെയും പാപത്തെ കർത്താവ് ക്ഷമിക്കും. അതിന് നീ വഴിപാടർപ്പിക്കേണ്ട കാര്യമില്ല. നിന്റേതായിട്ടുള്ള യാതൊരു എഫർട്ടും ആവശ്യമില്ല. നീ കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിന്നെ പൂർണ്ണമായും ശുദ്ധീകരിക്കുവാൻ വായിക്കുന്നുണ്ട്. നിങ്ങളെ പാപങ്ങളെ കണിച്ചുപായിരുന്നാലും അതിന് ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. നീ ചെയ്ത ഏത് കൊടുപാപിയായിരുന്നാലും ഏത് കൊടുപാപമായിരുന്നാലും നീ ഇത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ ബ്ലാക്ക് ബോർഡ് മുകളിൽ ഡസ്റ്റർ മായ്ച്ച പോലെ ആ പാപത്തെ മറക്കുന്നവൻ, ആ പാപത്തെ അത് മായ്ച്ചു കളയുന്നവൻ പറയാണ്, അതെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശ്രദ്ധിക്കണമേ, രണ്ടാം വാക്യം ശ്രദ്ധിക്കണമേ. ആത്മാവിൽ എന്തേ പാടില്ല? കപടമില്ലാതെ മനുഷ്യൻ. ദൈവം നിന്നിൽ പ്രസാദിക്കണമെങ്കിൽ ആത്മാവിൽ കപടം പാടില്ല, കാപ്പട്യം പാടില്ല. കാപ്പട്യം
പറയുന്നത് വേറൊന്ന്, ചിന്തിക്കുന്നത് വേറൊന്ന്. കാപ്പട്ടത ഇന്ന് കൂട്ടായ്മകളെ മുട്ടിച്ചു കളയുന്ന ഒരു സംഭവമാണത്. ഈ കാപ്പട്യ മനോഭാവം നമ്മിൽ നിലനിൽക്കുന്നു. നമ്മിൽ കാപ്പട്യ സ്വഭാവം ഉള്ളിടത്തോളം കാലത്തോളം ദൈവത്തിന് നിന്നിൽ പ്രസാദിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം നിന്നിൽ പ്രസാദിക്കണമെങ്കിൽ കാപ്പട്യ മനോഭാവം മാറ്റുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 47 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യോഹന്നാൻ 1:47, നദനെ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു, ഇതാ സാക്ഷാൽ ഇസ്രായേലൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു നദനെ കുറിച്ച് ഒരു സാക്ഷ്യം കൊടുക്കുകയാണ്, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇവൻ സാക്ഷാൽ ഇസ്രായേലൻ, ഇവന് കപടമില്ല. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, കർത്താവിനെ വേലയായിരിക്കുന്നുണ്ട്. എന്നെ കുറിച്ച് ദൈവം സാക്ഷീകരിക്കുന്നില്ലെങ്കിൽ, എന്റെ ഉള്ളിൽ കപടം ഇല്ല എന്ന് കർത്താവ് സാക്ഷീകരിച്ച് മാത്രമേ എന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഞാൻ വലിയ ഒച്ച പ്രസംഗിച്ചുകൊണ്ടോ ക്ലീശ എഴുതുകൊണ്ടോ ഒന്നും ഇത് കാരണമല്ല. പ്രിയമുള്ളവരെ, എന്റെ ഉള്ളിൽ ദൈവം സാധിക്കണമെങ്കിൽ നദിനെ കുറച്ച് സാക്ഷ്യം നമ്മെയും നിങ്ങളെയും നമ്മ ഓരോരുത്തരെ കുറിച്ച് സ്വർഗം സാക്ഷീകരിക്കണം. അവിടെയാണ് കർത്താവിന്റെ പ്രസാദം നമുക്ക് ലഭിക്കുന്നത്. ഇത് പലർക്കും ദൈവത്തിന്റെ കൃപകൾ പ്രാപിക്കാൻ സാധിക്കാതെ പോകുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒരിടത്ത് അവർ പ്രാർത്ഥിക്കാൻ പറയുന്നു, മക്കൾ പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ പ്രാർത്ഥിക്കണം, ബിസിനസ് പ്രാർത്ഥിക്കണം, ജോലിക്ക് പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോഴും അവർക്ക് അവരുടെ പാപത്തു നിന്നോ അവരുടെ പൂജാഗിരിയിൽ നിന്നോ മാറുവാൻ കഴിയുന്നില്ല. അനേക വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, രാത്രിയാകും നമ്മൾ മുട്ടുമടക്കുന്നുണ്ട്. എന്നാൽ പലർക്കും പല വിഷയങ്ങളിലും വിടുതൽ കിട്ടാതിരിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാപ്പടത മാറ്റിയിട്ടില്ല, ഉള്ളിലുള്ള മനസ്സിലേക്ക് മാറ്റിയിട്ടില്ല, ഉള്ളിലുള്ള ആ കാപട്യം മാറിയിട്ടില്ല. ദൈവജനമേ, എനിക്ക് പറയാനുള്ളത്, ഞാനൊട്ട് പറയാണ്, നമ്മൾ ദൈവസന്നിധിയിൽ കപടത കാണിക്കരുത്. അവന്റെ വചനം വിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുവാൻ ഇടവരുത്തരുത്. ദൈവം പ്രസാദിക്കത്തില്ല. നിങ്ങൾ എങ്ങനെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും, നിങ്ങൾക്ക് സഭയിലോ സംഘടനകളോ സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും ഉണ്ടെങ്കിൽ കൂടിയും ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ജീവിതത്തിൽ തുടരണമെങ്കിൽ കപടമനം മാറ്റണം. അതെ, നദനെ കുറിച്ച് പറയാണ്, നദനെ തന്റെ അടുക്കൽ വരുന്നത് കണ്ട് യേശു കണ്ടു, ഇതാ സാക്ഷാ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. ഞാൻ വാക്കുകൾ അതെ മുന്നോട്ട് പോകട്ടെ. ദൈവം പ്രസാദിക്കത്തക്ക രീതിയിൽ നമ്മൾ ജീവിതം ക്രമീകരിക്കണമെങ്കിൽ ഈ നദനെ പോലെ കപടമില്ലാതായിരിക്കണം. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, പോരായ്മയും കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ നിരപ്പ് പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപകൾ നമുക്ക് പ്രാപിക്കാൻ തക്കണം ഇടയത്തിൽ. അല്ലാതെ നമ്മൾ ഇട്ട വഴിപാട് കൊണ്ടോ നമ്മൾ കൊടുത്ത പൈസ വലിപ്പം കൊണ്ടോ നമ്മൾ പ്രസംഗിച്ച ശബ്ദ വലിപ്പം കൊണ്ടോ ഒന്നും ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ കപടത മാറ്റണം. ഉള്ളിലുള്ള പാപത്തെ നിനക്ക് മാറ്റുവാൻ നിനക്ക് കഴിയണം. അടുത്ത പോലെ പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ഇരു മനസ്സുള്ളവർ ഇല്ലാത്തവരായിരിക്കണം. ദൈവത്തെ പ്രസാദിക്കുന്നവർ ഇരു മനസ്സ് ഇല്ലാതെയായിരിക്കും. ഇരു മനസ്സ് ദൈവം വെറുക്കുന്ന ഒരു സംഭവമാണ്. അതെ, ഇരു മനസ്സാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 13 വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 13 വാക്യം വായിക്കുമ്പോൾ, വൃദ്ധനായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു, ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിന് വീട്ടിൽ വന്ന് ആ ദൂതന്മാരെ അബ്രഹാം അവരെ സ്വീകരിച്ചു, നല്ല ഭക്ഷണം കൊടുത്തു. എന്നശേഷം ആ ദൂതന്മാർ സാറയെ അന്വേഷിച്ചു. അവൾക്ക് മകനില്ല എന്ന് മനസ്സിലായി.
അവർ പറഞ്ഞു, നിനക്ക് അടുത്ത ആണ്ടിൽ വരുമ്പോൾ ഒരു മകൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സാധാരണ നിലയിൽ സാറയുടെ അവസ്ഥയും അബ്രഹാമിന്റെ അവസ്ഥയും പരിശോധിക്കുമ്പോൾ വാർദ്ധക്യം ചെന്ന അവസ്ഥയിലായിരുന്നു. നമുക്കെല്ലാം പാപം അറിയാതെ പ്രിയമുള്ളവരെ, അവർക്കൊരു മകൻ ഉണ്ടാകുവാൻ സാധ്യത ഇല്ലാത്ത സാഹചര്യമാണ് ലോകപരമായിട്ട്. പക്ഷെ ദൈവം പറയുന്നു, നിനക്ക് അടുത്ത ആണ്ടിൽ ഒരു മകൻ ഉണ്ടാകും, നിനക്ക് അടുത്ത ആണ്ടിൽ ഒരു മകൻ ഉണ്ടാകും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവദൂതനെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാറ ഉള്ളിൽ ചിരിച്ചു. ഇരുമനസ്. സാറ ഉള്ളിൽ ചിരിച്ചത് പല്ല് പുറത്തിറങ്ങിട്ടില്ല, അവൾ ഉള്ളിലാ ചിരിച്ച. ദൈവത്തിന്റെ പ്രമാണത്തെ അവൾക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. എനിക്ക് മകൻ ഉണ്ടാകുകയും ഞാൻ വാർദ്ധക്യമായ ഒരു വൃദ്ധയാണ്, എനിക്ക് യാതൊരു മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൽപ്പനയെ, ദൈവത്തിന്റെ ആലോചനയെ നിരസിച്ച ആ സാറയുടെ ചിരി പുറത്തു കണ്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മ ചോദിക്കാണ്, നീ എന്നെ ചിരിച്ച എന്താണ്? സാറ പറഞ്ഞ ചിരിച്ചില്ല. അല്ല, നീ ചിരിച്ചു. ഇരുമനസ്. പുറമേ പല്ലുകൊണ്ട്, പുറത്തെ അത് പല്ലുകൊണ്ട് നമ്മള് ചിരിച്ചു കാണിച്ച് അകത്തെ പല്ല് നമ്മള് അമർത്തുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും ഇതുപോലെയാണ്, ഇരുമനസ് പോലെയാണ്. പല വ്യക്തി കാണുമ്പോൾ നമ്മൾ സുഖമല്ലേ, സന്തോഷമായിരിക്കുമല്ലോ, സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഉള്ളിൽ അവരെ കുറിച്ച് അതെ പരദൂഷണം പറയുക, അല്ലെ അവർക്കെതിരെ പാര വെക്കുന്ന അവസ്ഥ. ഇതല്ലേ നമ്മൾ സഭ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമ്മിൽ ഐക്യമില്ലായ്മ, ഇരുമനസ്. ദൈവം വെറുക്കുന്നു. നിന്റെ കുടുംബത്തെയും അത് എറിഞ്ഞു കളയും. ഇരുമനസ് ഉണ്ടാകരുത്. എനിക്ക് ദൈവം പ്രസാദിക്കത്തില്ല. ഇന്ന് സഭയിൽ കാണുന്ന അവസ്ഥ തന്നെയല്ലേ. പുറമേക്ക് നമ്മൾ ചിരിച്ചു കാണിക്കുന്നു, സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഒക്കെ പറയുന്നു. പക്ഷെ ഉള്ളിൽ കമ്പ് കയറ്റി നമ്മള് ദൈവം വെറുക്കുന്ന അവസ്ഥയാണ്. നിന്റെ ജീവിതത്തെ തകർത്ത് കളയും. സൂക്ഷിച്ചോളണം. ഇരുമനസ്സുണ്ടാകരുത് നമുക്ക്. ദൈവം പ്രസാദിക്കത്തില്ല. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. പുറമേക്ക് നമ്മൾ ചിരിച്ചു കാണിക്കും, പക്ഷെ അകമേ നമ്മൾ പണിതുകൊണ്ടിരിക്കുക, അകമേ നമ്മൾ പാല വെച്ചുകൊണ്ടിരിക്കുക. ദൈവം പുറക്കത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് വചനം പറയാണ്, ഇരുമനസ്സുള്ളവരെ ദൈവം വെറുത്തുകൊണ്ടിരിക്കുന്നു. ദൈവം പ്രസാദിക്കത്തില്ല. അടുത്തവർ പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുന്നവർ വേർതിരിക്കപ്പെട്ട ജനമായിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുന്നവർ വേർതിരിക്കപ്പെട്ട ജനമായിരിക്കണം. സങ്കീർത്തനം 4-ാം അധ്യായം അതിൽ 3-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. അവൻ പ്രാർത്ഥിക്കുമ്പോഴാണ്, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അവൻ കേൾക്കുന്നത്. ദൈവത്തെ പ്രസാദിക്കുന്നവർ, ദൈവത്തെ മഹത്വപ്പെടുന്നവർ ഒരു വേർതിരിക്കപ്പെട്ടവരെ കൊണ്ടാണ്. ദൈവത്തെ പ്രസാദിക്കുന്നവർ ലോകത്തോട് ചേർന്ന് നിൽക്കരുത്. നമ്മൾ ആദ്യം വായിച്ചിട്ട് ഭാഗം മറന്നു പോകരുത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ചിന്തിക്കരുത്. സഭാ നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനല്ല നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. സ്ഥാനങ്ങളും മാനങ്ങളും മോഹങ്ങളും പണവും നേടാൻ വേണ്ടിയല്ല ഇവിടെ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. അത് പറയാണ്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു അറിവിൻ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നത്, അതുകൊണ്ട് വേർതിരിക്കപ്പെട്ട ദൈവം കേൾക്കും. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവിൻ. പോയി വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം
വേലയാലെ ചന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട ദൈവകൂട്ടമേ, നീ ഒരു വേർതിരിക്കപ്പെട്ട ജനമായിരിക്കണം. നീ യേശു രക്തത്താൽ വേർതിരിക്കപ്പെട്ടവളായിരിക്കണം. കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരായിരിക്കണം. ഈ തിരുവചനം ദൈവം നമുക്ക് നമ്മുടെ ഭാഷയിൽ നൽകിയിട്ടുണ്ട്. അതിനായി നമുക്ക് ദൈവം സ്തുതിക്കാം. ഇത് പ്രമാണിക്കുന്നതിനായിരിക്കണം. ഇത് സുഖമായിട്ട് കെട്ടിപ്പൂട്ടി ആൾമായി കൊണ്ടുപോയിക്കളല്ല. ഇത് വായിച്ച് ഇത് പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്ന ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനമായി തീരുവാൻ മറന്നു പോകരുത്. ഒരു വാക്യം വായിച്ച് ഞാൻ ഈ ചിന്താശാല നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനങ്ങളായിരിക്കണം ആവശ്യമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ, അടുത്ത പോയിന്റ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ജാതികളോട് ഇടകലരാത്തവരായിരിക്കണം. ജാതികളോട് ഇടകലരാത്തവരായിരിക്കണം. ഹോശേയ പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, ഹോശേയ 7-ാം അധ്യായം 8-ാം വാക്യം, എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം മറച്ചിടാത്ത ദോശയാണ്. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രൈമിനെ കുറിച്ച് പ്രവാചകൻ പറയാണ്, എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം മറച്ചിടാത്ത ദോശയാകുന്നു. എഫ്രൈം മറച്ചിടാത്ത ദോശയാകുന്നു. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. ദൈവം അബ്രഹാം പിടിച്ചു വേർതിരിക്കപ്പെട്ടു. ജാതികളെ ഇടങ്ങുന്ന വിഗ്രഹം ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം അബ്രഹാം പിടിച്ച് വേർതിരിക്കപ്പെട്ടു. ദൈവം നിങ്ങളെയും വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ജാതികളോട് ഇടകലർന്നു പോകാൻ നീ ആഗ്രഹിക്കുന്നില്ല. ജാതികളെ വിഗ്രഹങ്ങൾ നീ പൂജാർക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല. ജാതികളെ പ്രവർത്തികൾ ദൈവം നീ ആഗ്രഹിക്കുന്നില്ല. നീയും ദൈവത്തെ ആരാധിക്കുന്നതാണെങ്കിൽ അത് പലവിധ ആഘോഷങ്ങൾ മുമ്പാകെ പോയി ആനയ്ക്കും കൊട്ടിന് പിന്നാലെ പോയി ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ജാതികളുടെ സ്വഭാവമാണ്. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. ജാതികളോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കുന്നില്ല. അവർ സ്നേഹിക്കണം, അവർക്ക് കരുതണം, അവർ കൊടുക്കണമൊക്കെ വേണം. പക്ഷേ അവരോട് ഇടകലർന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള വിശ്വാസ രീതി അനുഗമിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവം നിങ്ങളെ ജീവിതത്തിൽ പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാതികളോട് ഇടകലരാതിരിക്കണം. ജാതികളോട്, ജാതീയ പശ്ചാത്തലത്തിന്റെ ആരാധന വിട്ടുപോകണം. ദൈവത്തെ നീ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ നീ പഠിക്കണം. ജാതികളുടെ ഇടകലർന്നുകൊണ്ട് അവരുടെ വേഷഭൂഷണം നമ്മളെ ധരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തെ നമ്മൾ നീക്കിവിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജാതികളോട് വിട്ടുപോകുന്നതുകൊണ്ടാണ്. അന്യദേവനെ നീ നമസ്കരിക്കരുത്, അന്യദേവന് ധൂപം കാട്ടരുത്, അന്യദേവനെ നീ പ്രസാദിപ്പിക്കരുത്, അവർക്ക് നീ അത് ഭക്ഷണപാനി വരെ നീ അർപ്പിക്കരുത്. ഇന്ന് നമ്മുടെ ദേശത്തിന്റെ ക്രൈസ്തവ സഭയുടെ ക്രൈസ്തവ വിശ്വാസികളുടെ ശാപം എന്ന് പറയുന്നത് പേരുണ്ടെങ്കിൽ കൂടിയും അന്യ ദൈവത്തെ ധൂപം കാട്ടി, അന്യ ദേവന്മാർക്ക് നീ ബലിയർപ്പിച്ച്, അന്യ ദേവർക്ക് നീ വഴിപാടർപ്പിച്ച്, പല കൂടും അരക്കിട്ടുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആരാധന കേൾക്കുന്നില്ല, നിന്നെ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കാൻ കൂട് വേണ്ട, മന്ത്രം വേണ്ട, ഗൂഢോത്രം വേണ്ട. അവന് നിനക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ സാധിക്കും. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് അവർ പറയാണ്, എഫ്രൈം മറിച്ചിടാത്ത ദോശയാണ്. എഫ്രൈം മറിച്ചിടാത്ത ദോശയാണ്. രണ്ടു വശവും യഥാർത്ഥമായി വേവിക്കാത്ത ദോശ എന്തായിരിക്കും? രുചികരമില്ലാത്ത ദോശ. യഥാർത്ഥമായും അതെ ഉള്ള് വേവിക്കാത്ത അവസ്ഥ. എഫ്രൈം
മറച്ചിടാത്ത ദോഷയാകുന്നു. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. പ്രിയജനമേ, ജാതിയുടെ സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. അവരും ദൈവം പ്രസാദിക്കുന്നില്ല. ഞാൻ എന്റെ കുരുവാകത്തിൽ മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധികാരാധനയായി നിങ്ങൾ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവും ദൈവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രൂപാന്തരപ്പെടുവിൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവ്, ഈ നല്ല മധ്യാഹ്ന സമയത്തിന് സ്തോത്രം. ഇത്ര സമയം കർത്താവിൽ സന്ധ്യയായിരിക്കും കൊണ്ടാക്കണമെന്ന് നൽകി വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാലത്തും നിങ്ങൾ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ്. അവിടെ എല്ലാ ആവശ്യമേലും നിന്റെ കൃപ ഉണ്ടാക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീയോട് സംസാരം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ പ്രാർത്ഥന വിഷയത്തിൽ അങ്ങ് ഇടപെടമാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെ ഇന്നലെ കയറിയിട്ടുള്ള ആ സ്ഥാപനത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കടക്കണി പെട്ടുകൊണ്ട് ഭർത്താവിന് അസുഖമായിട്ട് ആ സ്ഥാപനം കൊണ്ടു നടക്കാൻ പ്രയാസപ്പെടുന്ന ആ സ്ഥാപനത്തെയും കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ആ സ്ഥാപനം ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. കർത്താവെ, അവർക്കുള്ള മുഖാന്തരങ്ങളെ ഒരിക്കലും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് ഗർഭിണിയായിരിക്കുന്ന ഓരോ മക്കളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുഖകരമായ പ്രസവത്തിന് കൊടുക്കുന്ന കർത്താവെ. കോവിഡ് ഭാരപ്പെടുന്ന ജോൺസൺ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ വിടുതലും ആശ്വാസത്തിന് കൊടുക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, അതെ രോഗികളായ ഒരുപാട് വ്യക്തികളുണ്ട് കർത്താവ്. ഓരോരുത്തർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് വിടുവിക്കുമാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആരാധന കർത്താവ് അങ്ങ് ഏറ്റെടുക്കുമാർ പ്രത്യേകം പ്രാർത്ഥിക്കും. കാപ്പറ്റമില്ലാത്ത ആരാധന ചെയ്യുവാൻ നോക്കണം. ഞാൻ ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളെ കുറവ് കണ്ടെത്തിക്കൊണ്ട് കർത്താവെ, ആ കുറവ് നികത്തി കർത്താവെ, നിന്നോട് നിരപ്പ് പ്രാപിച്ച് കർത്തുവേറെ ഇനി മുന്നേറാൻ നോക്കണം. നീ ഞങ്ങളുടെ സഹായം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ എവിടെയൊക്കെ കർത്താവെ ഭാരത്തിലും പ്രയാസത്തിലും ടെൻഷനും അയക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ ഈ ആരാധന കർത്താവെ, അവർ ടെൻഷൻ മാറിപ്പോവാൻ, ഭാരം മാറിപ്പോകുവാൻ, അവരുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കാൻ തക്കണം. നീ സഹായിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രസാദിക്കുന്ന ജീവിതം അവർ കാഴ്ചവെപ്പാൻ തക്കണം. നീ അവർ സഹായം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകൾ കണക്കിലാതെ കർത്താവെ അനുഗ്രഹിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രകൃപയും പരിശുദ്ധ റൂഹായുടെ സമൃദ്ധ സഹോദരൻ കൂട്ടാനും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും എല്ലാ ആവശ്യമേലും എല്ലാ മക്കളുമേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിക്കുമാറാകട്ടെ. നമുക്ക് യേശുനാമത്തിലെ ഹല്ലേലൂയ 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 ആമേൻ. കർത്താവേ വേഗമേ. ഗോഡ് ബ്ലെസ് യു. ദൈവം